ന്യൂസ് ബ്രേക്സ് വിശദമായ വാർത്തകളിലേക്ക് കടക്കുന്നു. ഞാൻ പ്രവിത ലക്ഷ്മി. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24 പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഷിഫീദ് റാവുത്തർ, കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ്, കൊച്ചിയിൽ നിന്ന് നിതിൻ അബുജൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. പാലക്കാട് ഒറ്റപ്പാലത്ത് ദമ്പതികൾ വെട്ടേറ്റു മരിച്ചു. നാലകത്ത് നസീർ, ഭാര്യ സുഹറ എന്നിവരാണ് മരിച്ചത്. വളർത്തുമകളുടെ 4 വയസ്സുള്ള മകനെ ഗുരുതര പരുക്കേറ്റ നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ ബന്ധുവായ യുവാവ് പിടിയിലായി. ആയിഷത്തുൽ ഷംനയാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. ഷംന, നിർഭാഗ്യകരമായ സംഭവമാണ്. ഒരു യുവാവ് പിടിയിലായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇയാൾ ആരാണ്? ഇയാൾ തന്നെയാണോ ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നാണോ പോലീസ് പറയുന്നത്? പ്രവിത, തീർച്ചയായും ഇന്ന് അർദ്ധരാത്രിയോട് കൂടിയാണ് ഈ അരും കൊല ഉണ്ടാകുന്നത്. പാലക്കാട് ഒറ്റപ്പാലത്താണ് ഈ ദമ്പതികളെ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇവരുടെ വളർത്തുമകളായ സുൽഫിത്തിന്റെ മകനെയും 4 വയസ്സുകാരനായ മകനെയും ഗുരുതരമായ പരിക്കേറ്റ നിലയിൽ നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു രാത്രി. ഈ കുട്ടിക്ക് ഗുരുതരമായി തന്നെ വെട്ടേറ്റിട്ടുണ്ട്. ഈ നിലയിൽ നാട്ടുകാരാണ് ആദ്യം ഈ സംഭവം കാണുന്നത്. പിന്നീട് അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഈ വീട്ടിൽ ദമ്പതികളും വെട്ടേറ്റ് മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. സമീപത്ത് തന്നെ ഈ സുൽഫിത്തിന്റെ മുൻ ഭർത്താവായ യുവാവ് ഉണ്ടായിരുന്നു. പൊന്നാനി സ്വദേശിയാണ് ഇയാളെയും ഈ നാട്ടുകാർ കണ്ടെത്തിയിരുന്നെങ്കിൽ കൂടി പോലീസ് എത്തിയതോടുകൂടി ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷെ പിന്നാലെ പോലീസ് എത്തി ഇയാൾ നടത്തിയ ഒരു തെരച്ചിലിൽ പൊന്നാനി സ്വദേശിയായ റാഫിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾ ഈ സുൽഫിയത്തും ഈ റാഫിയും തമ്മിൽ വിവാഹബന്ധം വേർപിരിഞ്ഞിട്ട് കുറച്ചായി. പക്ഷെ കുട്ടി ഇപ്പോഴും ഉള്ളത് സുൽഫിയത്തിന്റെ കൂടെയാണ്. ഇങ്ങനെ കുട്ടിയുടെ അവകാശ തർക്കത്തെ തുടർന്നുണ്ടായ സംസാരം പിന്നീട് കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. എന്തായാലും ഇയാളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കുട്ടിയുടെ അവകാശവാദവുമായി ബന്ധപ്പെട്ട തർക്കമെന്നാണ് കരുതുന്നത്. എന്തായാലും അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ്. ദമ്പതികളെ ഈ യുവാവ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഒപ്പം ഈ കുട്ടിക്കും ഗുരുതരമായി തന്നെ വെട്ടേറ്റിട്ടുണ്ട്. കുട്ടിയെ ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രവിത, നിർഭാഗ്യകരമായ സംഭവമാണ്. 4 വയസ്സുകാരന് വെട്ടേറ്റിരിക്കുന്നു. ഒപ്പം തന്നെ കുട്ടിയുടെ മുത്തശ്ശനും മുത്തീശയും വെട്ടേറ്റ് മരിച്ചു എന്നുള്ളതാണ് വിവരം. മറ്റൊരു വാർത്ത, കോഴിക്കോട് പേരാമ്പ്രയിൽ വീട്ടിൽ കയറി കുത്തി പരുക്കേൽപ്പിച്ചു. 2 പേർക്ക് പരുക്കേറ്റു. കുടുംബ വഴക്കിനെ തുടർന്ന് ബന്ധുവായ കടിയങ്ങാട് പറവൂർ സ്വദേശി അലിയാണ് കുത്തി പരുക്കേൽപ്പിച്ചത്. ഓളോട് കുഞ്ഞനത്താന്ന് പറഞ്ഞപ്പോൾ ഓള് പറഞ്ഞു കുഞ്ഞനാന്തേരി എല്ലാം മോളിങ്ങളോടിയാന്നുള്ളത് നിങ്ങളുടെ ഇടക്കിടെ നിരന്തരം ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നില്ല, ഇടക്ക് മോളെ കൊല്ലുന്നുള്ള ഭീഷണിയുണ്ട്. ഒരു പ്രാവശ്യം അവൻ്റെ അയച്ചതാണ് മോന. മോളോട് തോന്നിയ ദിവസങ്ങളെല്ലാം പറഞ്ഞ വകയിലോട് ഓളോട് കൂട്ടിക്കൊണ്ടതാണ്. മോനെ ഇട്ടേച്ച് ഖത്തറിലേക്ക് പോയിക്കായിരുന്നു. അങ്ങനെ മോനെ വേണം പറഞ്ഞ അപേക്ഷിച്ച് പിന്നെ ആക്കിയിട്ടാണ് ഇവിടെ വന്നത്. ഓളെ കുത്തുക നോക്കി ഉപ്പാവ് പുറത്തുനിന്ന് വരുന്ന ഓടി വന്ന് അതോടുകൂടി അടി നടന്നിക്ക്. മൂത്താപ്പ ഈ വാപ്പാൻ്റെ ഏട്ടനും അപ്പൊ ഏട്ടൻ്റെ മോനും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വന്ന സമയത്ത് പിന്നെ വാപ്പയായിട്ട് അടി, വാപ്പാനെ കുത്തും പറഞ്ഞിട്ട് കത്തി അതുപോലെ വീശപ്പെടുത്തലും എൻ്റെ അരയെ കത്തി ഉണ്ട്. അയാൾ ആദ്യം വിളിച്ച് പറയുന്നുണ്ട് ഇപ്പൊ അത് കത്തി ഉണ്ട്. അപ്പൊ എൻ്റെ അടി നടന്നിക്ക്. എല്ലാവരോടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടി ആയി. പിന്നെ താഴെ പോയി വണ്ടിയിൽ കയറാന്നൊക്കെ പോലെ പിടിക്കും വന്ന് മൂത്താപ്പനെ വയറിനെ കുത്തിയിട്ട് മൂത്താപ്പൊക്കെ നല്ല പരിക്കുണ്ട്. വയറ് ഉടലൊക്കെ പുറത്തായിട്ടുള്ളത്. വാപ്പാക്കും കുത്തിട്ടിക്ക് കാലിന്. സമീർ സി മുഹമ്മദ് ചേരുകയാണ് കോഴിക്കോട് നിന്ന്. സമീർ, ഇപ്പോൾ ഈ യുവതി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പരുക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലെ ആരോഗ്യസ്ഥിതി ഈ കുത്തേറ്റയാളുടെ എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കുന്നത്? ഗുഡ് മോർണിംഗ് പ്രവിത. പേരാമ്പ്രയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കുടുംബ വഴക്കിനെ തുടർന്നാണ് 2 പേർക്ക് കത്തിക്കുത്തേറ്റിരിക്കുന്നത്. ഇതിൽ കൈപ്പക്കണ്ടി സൂപ്പിയുടെ മരുമകനാണ് കുത്തിയിരിക്കുന്ന കടിയങ്ങാട് സ്വദേശിയായ അലി. ഇയാൾ ഭാര്യയുമായി ഏറെ നാളായി അകന്നു കഴിയുകയാണ്. അലി മദ്യത്തിനും അതുപോലെ തന്നെ മയക്കുമരുന്നിനും അടിമയാണ് എന്ന് കുടുംബം പറയുന്നു. അതേ തുടർന്ന് ഭാര്യയെയും മക്കളെയും ഒക്കെ അടിക്കാറുമുണ്ട്. അങ്ങനെ ആ മർദ്ദനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവർ ആ ഭാര്യയുടെ വീട്ടിലേക്ക്, അവരുടെ സ്വന്തം വീട്ടിലേക്ക് ഈ യുവതി എത്തിയത്. പിന്നീട് അവിടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. ആ വേളയിലാണ് ഇയാൾ വീട്ടിലേക്ക് എത്തുകയും പിന്നീട് ഭാര്യയെ കൊണ്ടുപോകണം, അതുപോലെ മകനെയും കൊണ്ടുപോകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു. അതേ തുടർന്ന് വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു. അതിനൊടുവിലാണ് ഈ കത്തിക്കുത്ത് ഉണ്ടായിരിക്കുന്നത്. അതിലാണ് കൈപ്പങ്കണ്ടി വീട്ടിൽ ഹമീദിന്റെ വയറിനാണ് കുത്തേറ്റിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടൽമാല പുറത്തു വന്ന നിലയിലായിരുന്നു. അദ്ദേഹം ഗുരുതരാവസ്ഥയിലാണ്. അദ്ദേഹത്തെ കോഴിക്കോട് മേത്ര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സൂപ്പിക്കും പരിക്കേറ്റിട്ടുണ്ട്. സൂപ്പി പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയുമാണ്. ഈ കുടുംബ വഴക്ക് ഇതിനു മുമ്പും ഉണ്ടായിരുന്നു. അന്നും ഇത്തരത്തിൽ വരികയും ആക്രമിക്കുകയും ചെയ്തു. പക്ഷേ അന്ന് കാര്യമായ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരുന്നില്ല. അതായത് കത്തി ഉപയോഗിച്ചുള്ള മർദ്ദനമൊന്നും ഉണ്ടായിരുന്നില്ല. അതേ തുടർന്ന് കുടുംബം കാര്യമായ രീതിയിലേക്ക് നടപടിയിലേക്കൊന്നും തന്നെ പോയിരുന്നില്ല. പക്ഷേ ഇയാളുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പെരുവണ്ണാമൂഴി പോലീസിൽ പരാതി നൽകിയിരുന്നു. അതിനെ സംബന്ധിച്ച് പിന്നീട് ഈ 2 കൂട്ടരെയും പോലീസ് വിളിച്ചു വരുത്തുകയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനമായിട്ട് പിരിയുകയും ചെയ്തു. ഒരു വിധത്തിലുള്ള അക്രമം ഉണ്ടാകില്ല എന്ന് അലി ഉറപ്പ് നൽകിയതുമൊക്കെയാണ്. പക്ഷേ അതിനുശേഷമാണ്
ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാവുകയും അതിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത്. അലി ഇപ്പോൾ ഒളിവിലാണ്. അലിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ കത്തി കൊണ്ടുള്ള കുത്തേറ്റിട്ടാണ് ഇപ്പോൾ ഹമീദിന്റെ കുടൽമാല പുറത്തു വന്ന സാഹചര്യം ഉണ്ടാവുകയും അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്നത്. പ്രവിത. ശരി, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് ഇന്ന് SIT കോടതിയിൽ സമർപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഗുഡ് മോർണിംഗ്. പ്രധാനമായും ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും SIT എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ? പ്രവിത, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ഇടക്കാല അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് ഹൈക്കോടതിക്ക് മേൽ ഇന്ന് SIT സമർപ്പിക്കാൻ പോകുന്നത് കേസിനെ സംബന്ധിച്ച് നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഉള്ളത്. കാരണം കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിലൊക്കെ തന്നെ കടന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തന്ത്രിയുടെ അറസ്റ്റ്, അതോടൊപ്പം തന്നെ വാജിവാഹനം, കൂടാതെ കൊടിമരം പുനഃസ്ഥാപിക്കൽ, ഈ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ SIT ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എന്തായാലും SIT സമർപ്പിക്കും. അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം, ശബരിമലയിൽ നടന്നത് സ്വർണ്ണക്കൊള്ളയാണെന്ന് സ്ഥിരീകരിക്കുന്ന ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി വന്നിട്ടുണ്ട്. കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൽ കൊണ്ടുപോയും തിരികെച്ചുമായ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം കുറവാണെന്ന ഈ റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിക്ക് മുന്നിലെത്തുന്നത്. സ്വാഭാവികമായിട്ടും ഈ റിപ്പോർട്ട് സംബന്ധിച്ച് ഏറെ നിർണായകമായൊരു കാര്യമാണ് എന്തായാലും ഹൈക്കോടതിക്ക് മുന്നിലെത്തുന്നത്. ഈ ഹൈക്കോടതി റിപ്പോർട്ട് പരിശോധിച്ച് എന്താണ് ഈ ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് കേസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായൊരു കാര്യമായിരിക്കും. പ്രത്യേകിച്ചും ഈ അന്വേഷണം വ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും, കൂടുതൽ അറസ്റ്റിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ റിപ്പോർട്ട് നിർണായകമാണ്. ഇന്നലെ തന്നെ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം റിപ്പോർട്ട് അത് കൊല്ലം വിജിലൻസ് കോടതിക്ക് കൈമാറിയിരുന്നു. അതിനുശേഷം പിന്നീട് SITക്ക് കൈമാറുന്ന സാഹചര്യമുണ്ട്. ഈ റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിക്ക് മുന്നിലെത്തുന്നത്. എന്തായാലും ഹൈക്കോടതി ഈ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടിയെടുക്കും എന്നത് കേസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു ഘട്ടമാണ്. കാരണം തന്ത്രിയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. കൂടാതെ ഈ വാജിവാഹനം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ SIT സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ സംശയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് ഹൈക്കോടതിക്ക് മുമ്പാകെ തന്നെ ഈ അന്വേഷണത്തിന്റെ തൽസ്ഥിതി എന്താണെന്ന വിവരം ഹൈക്കോടതി അറിയിക്കും. അതിനുശേഷം ഒരു തുടർ നടപടിയിലേക്ക് എന്തായാലും SIT കടക്കുക. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ SIT ഇത് 4ാം തവണയാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. 3 തവണ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം പിന്നീട് ഹൈക്കോടതി പുറപ്പെട്ട ഉത്തരവ് കേസിന് നിർണായകമായിരുന്നു. അടച്ചിട്ട മുറിയിലായിരിക്കും കോടതി നടപടി ഉണ്ടാവുക. രാവിലെ 10:15 തന്നെ SIT റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷം കോടതിയുടെ ഉത്തരവ് വരുമ്പോഴാണ് ഈ കേസ് സംബന്ധിച്ച് ഏറെ നിർണായകമായ എന്ത് സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് വ്യക്തമാവുകയുള്ളൂ. പ്രവിത. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. വിവരങ്ങളുമായി ഷഫീദിലേക്ക് വരും മുൻപ് സമീർ സി മുഹമ്മദിലേക്ക് പോവുകയാണ്. സമീർ, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇന്ന് എന്തൊക്കെ വാർത്തകളാണ് കോഴിക്കോട് നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഗുഡ് മോർണിംഗ് പ്രവിത. ഇന്ന് കോഴിക്കോട് നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത, കഴിഞ്ഞ ദിവസമാണ് ബസ്സിൽ നിന്ന് ഒരു യുവതി, ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ഒരു വീഡിയോ പങ്കുവച്ചത്. ആ വീഡിയോ പങ്കുവച്ചതിന് പിറകെ ഗോവിന്ദപുരം സ്വദേശിയായിട്ടുള്ള 40-കാരൻ ദീപക് ആത്മഹത്യ ചെയ്തിരുന്നു. ഇന്നലെ രാവിലെയാണ് ഈ ദീപകിന്റെ ആത്മഹത്യയുണ്ടായത്. തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും അതുപോലെ DGPക്കും ഇന്ന് പരാതി നൽകും എന്ന കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി ഈ യുവതിക്കെതിരെ കേസെടുക്കണം, അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി വേണം എന്ന കാര്യമാണ് ഈ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ദീപക് ഇത്തരത്തിലുള്ള ഒരു സ്വഭാവ ദൂഷ്യമുള്ള ആളല്ല എന്നും വളരെ മാന്യമായി ഇടപെടുന്ന വ്യക്തിയാണ് എന്നുമാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഈ വിധത്തിൽ ഏതെങ്കിലും ഒരു മോശമായിട്ടുള്ള ഇടപെടൽ ദീപകിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ അത് നിയമ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നവമാധ്യമങ്ങളിൽ ഇങ്ങനെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ആ വ്യക്തിയെയും അതുപോലെ ആ കുടുംബത്തെയും അവഹേളിക്കുകയും അല്ല ചെയ്യേണ്ടിയിരുന്നത് എന്ന കാര്യം കൂടി കുടുംബവും ബന്ധുക്കളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ന് തുടർ നടപടികളുമായിട്ട് ഈ കുടുംബം മുന്നോട്ട് പോകും. ഇതോടൊപ്പം തന്നെ ഈ വ്യക്തിക്കെതിരെ, അതായത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടുള്ള യുവതിക്കെതിരെയും ഇപ്പോൾ സൈബർ ആക്രമണം രൂക്ഷമാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത് തനിക്ക് മോശമായിട്ടുള്ള അനുഭവം ദീപകിന്റെ ഭാഗത്തുനിന്നുണ്ടായി, അതേ തുടർന്നാണ് താൻ ഇത്തരമൊരു നടപടി സ്വീകരിച്ചത്, അത്തരമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്നാൽ ഔദ്യോഗികമായി അവർ പോലീസിൽ പരാതി നൽകുകയോ അല്ലെങ്കിൽ അത്തരം. ശരി, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇനി തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്തും ഇന്ന് ഒരുപാട് വാർത്തകളുള്ള ദിവസമാണ്. പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെയാണെന്ന് പ്രതീക്ഷിക്കുന്നത്? പ്രവിത, വെരി ഗുഡ് മോർണിംഗ്. പ്രവിത, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി SIR-മായി ബന്ധപ്പെട്ട ആശങ്ക അത് രാഷ്ട്രീയ പാർട്ടികളടക്കം ഉന്നയിച്ചിരുന്നു. കേരളത്തിൽ SIR-ൽ പരാതികൾ അറിയിക്കാനുള്ള സമയപരിധി നീട്ടി ഇന്നലെയാണ് വൈകിട്ടാണ് ഉത്തരവിറക്കിയത്. കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് ഈ മാസം 30 വരെ പരാതി അറിയിക്കാം. തീയതി നീട്ടുമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു. സുപ്രീം കോടതിയും സമയം നീട്ടാൻ നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നത്. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം പ്രതികരണം നമുക്കിന്ന് ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കാം. കൂടാതെ കഴിഞ്ഞ ദിവസം ഈ സമുദായ സംഘടനകളായിട്ടുള്ള NSS-ഉം SNDP-യുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ
പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കോൺഗ്രസിൽ ഒറ്റപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇന്നലെയാണ് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ വലിയ വിമർശനവുമായി രംഗത്തെത്തിയത്. ഈ വിഷയത്തിൽ വി.ഡി. സതീശനെ പിന്തുണയ്ക്കാൻ KPCC അധ്യക്ഷനടക്കം പ്രധാന നേതാക്കൾ ആരും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ നീക്കമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രബല ഹൈന്ദവ സമുദായ സംഘടനകളെ എതിരാക്കുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് പ്രധാന നേതാക്കൾ ഇപ്പോൾ മൗനം പാലിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. തന്ത്രിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നും റിമാൻഡ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ വിചിത്രമാണെന്നുമാണ് പ്രതിഭാഗം വാദം. ഈ വാജിവാഹനം തൊണ്ടി മുതലായ കോടതിയിൽ സമർപ്പിച്ചത് SITക്ക് കുരുക്കായിരിക്കുന്ന സാഹചര്യത്തിലാണ് തന്ത്രിയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതേസമയം ഈ സ്വർണ്ണക്കൊള്ളയിൽ ആദ്യ കേസെടുത്തിട്ട് 90 ദിവസം പിന്നിടുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കടക്കം സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് നാളെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനം നാളെ മുതൽ ആരംഭിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം നയപ്രഖ്യാപനത്തോട് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റാണ് പ്രധാനം. ഈ മാസം 22, 27, 28 തീയതികളിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച നടക്കും. ജനുവരി 29-നാണ് ബജറ്റ് നടക്കുക. ഏതായാലും അതടക്കം നിരവധി വാർത്തകൾ തിരുവനന്തപുരത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. സ്പെയിനിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് അപകടം, 21 പേർ മരിച്ചു, 100 പേർക്ക് പരുക്കേറ്റു. തെക്കൻ സ്പെയിനിൽ കോർഡോബ പ്രവിശ്യയിൽ അദാമുസിനടുത്ത് അതിവേഗ ട്രെയിൻ പാളം തെറ്റി മറ്റൊരു അതിവേഗ ട്രെയിനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പ്രാദേശിക സമയം ഇന്നലെ വൈകിട്ട് 6:40-നാണ് അപകടമുണ്ടായത്. മാഡ്രിഡിൽ നിന്നും ഹുവൽവയിലേക്ക് പോവുകയായിരുന്ന ട്രെയിനും മലാഗയിൽ നിന്ന് മാഡ്രിഡിലേക്ക് പോവുകയായിരുന്ന ട്രെയിനുമാണ് അപകടത്തിൽപ്പെട്ടത്. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്ന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് സെഷൻസ് കോടതിയെ സമീപിക്കാനുള്ള രാഹുലിന്റെ തീരുമാനം. ഇന്ന് സമർപ്പിക്കുന്ന ജാമ്യാപേക്ഷയിൽ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ലഭിച്ച ശേഷമായിരിക്കും വാദം കേൾക്കൽ. അതേസമയം ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ ശക്തമായി വാദിക്കും. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും ജാമ്യം നൽകിയാൽ കേസ് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ മജിസ്ട്രേറ്റ് കോടതിയെ അറിയിച്ചിരുന്നു. ഈ മാസം 24-ാം തീയതി വരെ റിമാൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലാണ്. പത്തനംതിട്ട കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും SDPI പിന്തുണച്ചതോടെ രാജിവെക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ നിർണായകമാകും. 14 സീറ്റുള്ള പഞ്ചായത്തിൽ UDFനും BJPക്കും 5 സീറ്റ് വീതമുണ്ട്. 3 സീറ്റാണ് SDPIക്കുള്ളത്. 1 സീറ്റ് മാത്രമാണ് CPIMന്. ഇത്തവണ ആരെയും പിന്തുണയ്ക്കില്ല എന്നാണ് SDPIയുടെ നിലപാട്. അങ്ങനെയെങ്കിൽ തുല്യത പാലിച്ചാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നറുക്കെടുപ്പ് നടത്തേണ്ടിവരും. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പ് നടന്നെങ്കിലും ചട്ടവിരുദ്ധമാണെന്ന് പരാതി ലഭിച്ചതോടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ കണ്ണൂർ ജില്ലാ ടീമിന് ഇന്ന് സ്വീകരണം. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ജില്ലാ അതിർത്തിയായ മാഹിയിൽ നിന്ന് ജേതാക്കളെ സ്വീകരിച്ച് കണ്ണൂർ ടൗൺ സ്ക്വയറിലേക്ക് ആനയിക്കും. തലശ്ശേരി, ധർമ്മടം, മുഴപ്പിലങ്ങാട്, എടക്കാട്, ചാല, താഴെചൊവ്വ, മേലിചൊവ്വ വഴി കാൽടെക്സിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ജേതാക്കൾ എത്തുക. ടൗൺ സ്ക്വയറിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കും. കണ്ണൂർ മുൻ ADM K നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തുടരന്വേഷണം വേണമെന്ന ഹർജിയിൽ ഇന്ന് തലശ്ശേരി സെഷൻസ് കോടതി വാദം കേൾക്കും. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ACP TK രത്നകുമാറിന് രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടായെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കുറ്റപത്രം നൽകിയതിന് പിന്നാലെ വിരമിച്ച രത്നകുമാർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIM സ്ഥാനാർത്ഥിയായി മത്സരിച്ച കാര്യവും ഹർജിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. 2024 ഒക്ടോബർ 15-നാണ് നവീൻ ബാബുവിനെ കണ്ണൂർ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സംഗമം ഇന്ന് കൊല്ലത്ത് നടക്കും. ആശ്രാമത്തിലെ ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയത്തിലാണ് സംഗമം. രാവിലെ 11 മണിക്ക് ആരംഭിക്കുന്ന സംഗമം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായിരിക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന നേതാക്കളും ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരും
UDF നേതാക്കളും പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിന്റെ കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിൽ ഇന്ന് കർഷകരുടെ മഹാപഞ്ചായത്ത്. മിനിമം താങ്ങുവില, വൈദ്യുത ഭേദഗതി ബിൽ, വിത്ത് ബിൽ, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചത് ഉൾപ്പെടെ വിഷയങ്ങളിൽ പ്രതിഷേധിച്ചാണ് മഹാപഞ്ചായത്ത് ചേരുക. ലേബർ കോഡുകൾക്കെതിരായ ട്രേഡ് യൂണിയനുകളുടെ ദേശീയ പണിമുടക്കിന് മഹാപഞ്ചായത്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. അഖിലേന്ത്യാ കിസാൻ സഭാ നേതാവ് P. കൃഷ്ണപ്രസാദ്, രാകേഷ് ടിക്കായത്ത് ഉൾപ്പെടെയുള്ള നേതാക്കളും മഹാപഞ്ചായത്തിൽ പങ്കെടുക്കും. ഈ മാസം 26-ന് ട്രാക്ടർ മാർച്ചും സംയുക്ത കിസാൻ മോർച്ച പ്രഖ്യാപിച്ചിട്ടുണ്ട്. BJPയുടെ പുതിയ ദേശീയ അധ്യക്ഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നാളെ. വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നബീൻ അധ്യക്ഷനാകും. അധ്യക്ഷ തെരഞ്ഞെടുപ്പിനായി ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയം. 5 മണി മുതൽ 6 മണി വരെ പത്രിക പിൻവലിക്കാം. ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ നാളെ വോട്ടെടുപ്പ് നടക്കും. ഉച്ചയോടെയായിരിക്കും ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുക. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നിലവിലെ അധ്യക്ഷൻ JP നദ്ദയും അടക്കം മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും. 6 വർഷത്തിന് ശേഷമാണ് BJPയുടെ തലപ്പത്തെ നേതൃമാറ്റം. ജമ്മു കാശ്മീർ കിഷ്ത്വാറിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു. ഇന്നലെ ഏറ്റുമുട്ടലിൽ 7 സൈനികർക്ക് പരുക്കേറ്റിരുന്നു. ഇതിൽ 3 സൈനികരെ എയർലിഫ്റ്റ് ചെയ്ത് വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. 3 ഭീകരർ ഈ മേഖലയിലുള്ളതായി ആണ് വിവരം. ഈ മേഖലയിൽ ഭീകര സാന്നിധ്യത്തെ തുടർന്ന് സുരക്ഷാസേന നടത്തിയ തിരച്ചിലിനിടെയാണ് ഭീകരർ വെടിയുതിർത്തത്. യാത്രയ്ക്കിടെ അപസ്മാരമുണ്ടായ 10 മാസം പ്രായമായ കുഞ്ഞിനെ കൊച്ചി VPS ലേക്ക് ഷോറിലെത്തിച്ച് ചികിത്സ ഉറപ്പാക്കി KSRTC ബസ് ഡ്രൈവറും കണ്ടക്ടറും. ദേശീയപാതയിലെ കുണ്ടന്നൂരിലെത്തിയപ്പോഴാണ് കുഞ്ഞിന് അസുഖം വന്നത്. തിരുവനന്തപുരത്ത് നിന്നും പാലക്കാടേക്ക് പോവുകയായിരുന്നു ബസ്. KSRTC ബസ് ആശുപത്രി പരിസരത്തേക്ക് കടന്നുവരുന്നത് കണ്ടതോടെ ആശുപത്രി ജീവനക്കാരും സജ്ജരായി. കുഞ്ഞിനെ ഉടൻ തന്നെ VPS ലേക്ക് ഷോറിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവർ പ്രേമന്റെയും കണ്ടക്ടർ സുനിലിന്റെയും നേതൃത്വത്തിലാണ് കുഞ്ഞിനെ VPS ലേക്ക് ഷോർ ആശുപത്രിയിൽ എത്തിച്ചത്. തുടർ ചികിത്സയ്ക്കായി കുഞ്ഞിനെ ആശുപത്രിയിൽ പീഡിയാട്രിക് വിഭാഗത്തിന് കീഴിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. കരൂർ ദുരന്തത്തിൽ നടനും TVK അധ്യക്ഷനുമായ വിജയ് ഇന്ന് CBIക്ക് മുൻപിൽ ഹാജരാകും. കേസിൽ വീണ്ടും മൊഴി രേഖപ്പെടുത്താനാണ് CBI വിജയെ വിളിച്ചു വരുത്തിയത്. രാവിലെ 11 മണിയോടെയായിരിക്കും വിജയ് CBI ആസ്ഥാനത്തെത്തുക. കഴിഞ്ഞ തവണ നൽകിയ ചില മൊഴിയിൽ കൂടുതൽ വ്യക്തതയ്ക്കായാണ് വീണ്ടും ഹാജരാകാൻ CBI ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ തവണ 4 മണിക്കൂറിലധികമാണ് വിജയിൽ നിന്ന് CBI മൊഴി രേഖപ്പെടുത്തിയത്. ദുരന്തവുമായി ബന്ധപ്പെട്ട 90 ചോദ്യങ്ങൾ അടങ്ങിയ ബുക്ക്ലെറ്റായിരുന്നു വിജയ്ക്ക് നൽകിയത്. ഉത്തരങ്ങൾ ഇംഗ്ലീഷിൽ രേഖപ്പെടുത്താൻ സ്റ്റെനോഗ്രാഫറുടെ സഹായവും വിജയ്ക്ക് നൽകിയിരുന്നു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ന് ഇന്ത്യ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ നടക്കും. UAE പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിന്റെ 3ാമത്തെ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. UAE പ്രസിഡന്റിന്റെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര, നിക്ഷേപ, ഊർജ്ജ മേഖലകളിലെ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ സന്ദർശനത്തിൽ പ്രാദേശിക, ആഗോള വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും. UAEയിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ കൈവശം മരുന്ന് കൊടുത്തുവിടുന്നതിന് നിയന്ത്രണം. മുൻകൂട്ടി അധ്യാപകരെ അറിയിക്കാതെ വിദ്യാർത്ഥികളുടെ ബാഗുകളിൽ മരുന്ന് കൊടുത്തുവിടരുത് എന്നതാണ് നിർദ്ദേശം. അത്യാവശ്യ ഘട്ടങ്ങളിൽ മുൻകൂട്ടി അറിയിച്ച മരുന്നുകൾ അധ്യാപകരെ ഏൽപ്പിക്കണം എന്നും പുതിയ സർക്കുലറിൽ പറയുന്നു. കുട്ടികളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും ഊന്നൽ നൽകിയാണ് പുതിയ സർക്കുലർ. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒഴിച്ചുകൂടാനാകുന്നില്ലെങ്കിൽ മാത്രം വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ വെച്ച് മരുന്നുപയോഗിക്കാം. ഈ വിവരം മുൻകൂട്ടി അധ്യാപകരെ അറിയിക്കണം. മരുന്നുകൾ സ്കൂൾ ബാഗിൽ കൊടുത്തുവിടരുത്. അധ്യാപകരുടെ കയ്യിൽ ഡോക്ടറുടെ കുറിപ്പുൾപ്പെടെ മരുന്നുകൾ ഏൽപ്പിക്കണം. നിരവധി വിദ്യാർത്ഥികൾ അളവിൽ കൂടുതൽ ഡോസ് മരുന്ന് സ്കൂളിൽ വെച്ച് കഴിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കൃത്യമായ സമയത്തുമല്ല മരുന്ന് കഴിക്കുന്നത്. പലരും കയ്യിലുള്ള മരുന്ന് കൂട്ടുകാർക്കും നൽകുന്നു. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സർക്കാർ സ്വകാര്യ സ്കൂളുകളിൽ സർക്കുലർ നൽകിയിട്ടുണ്ട്. മാതാപിതാക്കൾക്കായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും. ആരോഗ്യപൂർണമായ തലമുറയെ വാർത്തെടുക്കാൻ മാതാപിതാക്കൾ പൂർണ്ണ പിന്തുണ നൽകണമെന്ന് സർക്കുലറിൽ പറയുന്നു. 24 ദുബായ്.
ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരമാണ് അബുദാബി എന്ന് നംബിയോ സർവേ റിപ്പോർട്ട്. തുടർച്ചയായ 10ാം തവണയാണ് സുരക്ഷിതമായ നഗരങ്ങളുടെ പട്ടികയിൽ അബുദാബി 1ാം സ്ഥാനത്തെത്തുന്നത്. പട്ടികയിലെ ആദ്യ 6 നഗരങ്ങളും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളതാണ്. 100-ൽ 89 പോയിന്റ് നേടിയാണ് തുടർച്ചയായി 10ാം തവണയും സുരക്ഷിത നഗരങ്ങളുടെ സർവേയിൽ അബുദാബി 1ാം സ്ഥാനത്തെത്തിയത്. സുരക്ഷ, ജീവിത നിലവാരം, ജീവിത ചെലവ് എന്നിവ നിരീക്ഷിക്കുന്ന ആഗോള പ്ലാറ്റ്ഫോമായ നംബിയോ ആണ് റാങ്കിംഗ് തയ്യാറാക്കിയത്. ക്രൈം നിരക്ക്, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അക്രമ സ്വഭാവങ്ങളുടെ ശതമാനം, മോഷണം, തട്ടിക്കൊണ്ടുപോകൽ, ലഹരി ഇടപാടുകൾ തുടങ്ങി അഴിമതി വരെ പരിശോധിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. സ്വദേശികളുടെയും പ്രവാസികളുടെയും സന്ദർശകരുടെയും അഭിപ്രായം ഒരുപോലെ വിലയിരുത്തിയിട്ടുണ്ട്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാന്റെ ദീർഘവീക്ഷണമുള്ള നേതൃത്വവും സ്ഥിരമായ പിന്തുണയും പോലീസ് ഉദ്യോഗസ്ഥരുടെ അർപ്പണബോധമുള്ള പ്രവർത്തനങ്ങളുമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് അബുദാബി പോലീസ് പറയുന്നു. റാസൽ ഖൈമ, അജ്മാൻ, ഷാർജ, ദോഹ, ദുബായ് എന്നീ നഗരങ്ങളാണ് 2 മുതൽ 6 വരെയുള്ള സ്ഥാനങ്ങളിൽ. പട്ടികയിൽ 50ാം സ്ഥാനത്തുള്ള മംഗലാപുരമാണ് ഇന്ത്യൻ നഗരങ്ങളിൽ ഏറ്റവും സുരക്ഷിതമെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. വഡോദര 85-ഉം അഹമ്മദാബാദ് 95-ാമതുമാണ്. 154-ാമതുള്ള തിരുവനന്തപുരമാണ് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും സുരക്ഷിത നഗരമായി സർവേ പറയുന്നത്. 24 ദുബായ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2ാം വട്ടം അധികാരത്തിലെത്തിയ ശേഷം നാളെ 1 വർഷം പൂർത്തിയാവുകയാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിലും ആഗോളതലത്തിലും വലിയ മാറ്റങ്ങളാണ് ഇക്കാലയളവിൽ ദൃശ്യമായത്. കഴിഞ്ഞ ജനുവരി 20-ന് അധികാരം ഏറ്റെടുത്തത് മുതൽ അമേരിക്ക ഫസ്റ്റ് എന്ന നയമാണ് ട്രംപ് നടപ്പിലാക്കുന്നത്. തീവ്രഭീഷണി, യുദ്ധഭീഷണി, തട്ടിക്കൊണ്ടുപോകൽ, സമാധാന ശ്രമം. സംഭവബഹുലമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ വർഷം. അമേരിക്കയുടെ മാത്രമല്ല ലോകക്രമം തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു ട്രംപിന്റെ നയപരിപാടികൾ. പകരം തീരുവ പ്രഖ്യാപനങ്ങളിലായിരുന്നു തുടക്കം. ഇന്ത്യ, ചൈന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് കനത്ത നികുതി ഏർപ്പെടുത്തിയതിന് പിന്നാലെ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുവെന്നാരോപിച്ച് പിഴത്തീരുവയും ചുമത്തി. കുടിയേറ്റ നയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ നടപടികൾക്ക് തുടക്കമിട്ടു. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ പരിശോധനകൾ പലയിടങ്ങളിലും സംഘർഷങ്ങൾക്കിടയാക്കി. സർക്കാർ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന പുതിയ വിഭാഗം രൂപീകരിച്ചു. ലോകാരോഗ്യ സംഘടന, പാരീസ് കാലാവസ്ഥ കരാർ, യുനെസ്കോ എന്നിവയിൽ നിന്നുള്ള പിന്മാറ്റം പ്രഖ്യാപിച്ചു. ഗസ സമാധാന പദ്ധതി, യുക്രൈൻ സമാധാന പദ്ധതി തുടങ്ങിയവ ട്രംപിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിക്കപ്പെട്ടു. 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്ന വാദമുന്നയിച്ച് നൊബേൽ സമ്മാനം തനിക്കാണ് അർഹതപ്പെട്ടത് എന്ന് പ്രഖ്യാപിച്ചു. നൊബേൽ ജേതാവായ വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മറിയ കൊറീന മെച്ചാഡോയിൽ നിന്നും അവർക്ക് ലഭിച്ച മെഡൽ സ്വീകരിക്കാനും ട്രംപ് മടിച്ചില്ല. ഇറാനെതിരെ ഇസ്രയേലിന്റെ യുദ്ധത്തിന്റെ ഭാഗമായതും ഇറാനിൽ പ്രക്ഷോഭകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചതും വാർത്തയായി. അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നുവെന്നാരോപിച്ച് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും അമേരിക്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയത് ലോകത്തെ അമ്പരപ്പിച്ചു. ബജറ്റ് ബിൽ പാസ്സാകാതെ വന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സർക്കാർ ഷട്ട്ഡൌണിന് കാരണമായതും കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കെതിരെ നോ കിങ്സ് പ്രതിഷേധങ്ങൾ അരങ്ങേറിയതും തിരിച്ചടിയായി. ഗ്രീൻലൻഡ് ഏറ്റെടുക്കാൻ പിന്തുണയ്ക്കാത്ത രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തിയതാണ് ഏറ്റവും പുതിയ സംഭവ വികാസം. റിസർച്ച് ഡെസ്ക് 24. ഗസ സമാധാന സമിതിയിലേക്ക് ഇന്ത്യക്ക് ക്ഷണം. ഗസ സമാധാന പദ്ധതിയുടെ ഭാഗമായ ബോർഡ് ഓഫ് പീസിലേക്ക് ഇന്ത്യയെ ക്ഷണിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതുവരെ 60 രാജ്യങ്ങളെയാണ് ട്രംപ് സമിതിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. 3 വർഷത്തേക്കാണ് അംഗത്വം. സമിതിയിലെ സ്ഥിര അംഗത്വത്തിന് രാജ്യങ്ങൾ ഗസയിലെ പ്രവർത്തനങ്ങൾക്ക് $100 കോടി നൽകണം എന്നതാണ് നിബന്ധന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.